ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു CD100SS ആണ്. 1996 മോഡലെ വണ്ടി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40-45 സ്പീഡിന് മേലോട്ട് വണ്ടി പോകുന്നില്ല. ഹൈ RPMൽ ഫ്യൂലോ അല്ലെങ്കിൽ കറണ്ടോ ശരിയായ രീതിയിൽ എഞ്ചിനിലോട്ട് എത്താത്തതായിരിക്കും കോമൺ ആയിട്ട് ഇതിന് കാണുന്നൊരു പ്രശ്നം. കറണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗ് അഡാപ്റ്റർ ആദ്യം ഊരി മാറ്റി HT കോയിൽ നിന്ന് വരുന്ന ഈ ഒരു കേബിൾ പ്ലഗിൽ അറ്റാച്ച് ചെയ്ത് പിടിച്ച ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുക. കറണ്ടിന് വലിയ രീതിയിലുള്ള കട്ടൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ ഫ്യൂവലിൻ്റെ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. കാർബറേറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ എയർ സ്ക്രൂ, അതായത് ട്യൂണിങ് സ്ക്രൂ സ്റ്റെക്കായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർബറേറ്റർ റിപ്പയർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാർബറേറ്റർ അഴിച്ചെടുക്കാനായി നമ്മൾ ആദ്യം അഴിക്കേണ്ടത് ഈ മേലെ കാണുന്ന ടോപ്പ് കവറാണ്. സ്ക്രൂ ഡ്രൈവർ വെച്ച് തട്ടിയാൽ അത് ലൂസാവും. എന്നിട്ട് ഈ കാണുന്ന 2 ബോൾട്ട് കൂടി നമുക്ക് ഊരേണ്ടതുണ്ട്. ഇനി ഈ കാണുന്ന 2 8-ൻ്റെ ബോൾട്ടാണ് ഊരിയെടുക്കാനുള്ളത്. ഇത് 8-ൻ്റെ റിങ്ങോ അല്ലെങ്കിൽ സ്പാനറോ വെച്ചിട്ട് അഴിച്ചെടുക്കാം. അതിനുള്ളിൽ ഇങ്ങനെ ഒരു ഫൈബറിൻ്റെ പീസ് കാണാം. ഇനി ഊരിയെടുക്കാനുള്ളത് ഈ ഫ്യൂവലിൻ്റെ ഹോസും പിന്നെ ഈ ബാക്കിൽ വരുന്ന എയർ ഫിൽറ്ററിൻ്റെ ഹോസുമാണ്. അത് 2 ഊരിയെടുത്ത ശേഷം മെല്ലെ ഇതായ കാർബറേറ്റർ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ സാധനം കയ്യിലാവും. ഈ ഒരു കാർബറേറ്ററാണ് നമുക്കിന്ന് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതല്പം ചാത്തനാണെങ്കിലും അല്പം പുതിയതാണ്. പിന്നെ ഇത്തിരി പെട്രോൾ ലീക്ക് ഉണ്ട്, അതായത് ഓവർഫ്ലോ. അപ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് ഈ അടിയിലുള്ള 2 സ്ക്രൂ ആദ്യം അഴിച്ചു മാറ്റണം. ഇപ്പം നമ്മൾ ഊരിയെടുത്തത് കാർബറേറ്ററിൻ്റെ ബൗളാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ കാർബറേറ്ററിൻ്റെ ഉള്ളിലെ ഈ ഫ്ലോട്ടൊക്കെയാണ്. അതിനായിട്ട് ഫ്ലോട്ടിൻ്റെ പിന്ന് ആദ്യം ഊരിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഊരുന്നതാണ് ഫ്ലോട്ട്. അതിനുള്ളിൽ ഇപ്പോൾ ചാടിപ്പോയ ഒരു കുഞ്ഞു സാധനം, അതാണ് നീഡിൽ. ഇവനാണ് പ്രധാന വില്ലൻ. ഇതിൻ്റെ ഈ പെൻസിൽ മോന പോലെ ഇരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ചതവ് പോലെ വന്നാലാണ് ഓവർഫ്ലോ വരാറുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം അതല്ല. ഈ കാണുന്ന ഹോളിനുള്ളിൽ സ്റ്റെപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ചതവ് പോലെ വന്നതുകൊണ്ടാണ് ഈ കാർബറേറ്റർ ഓവർഫ്ലോ വന്നത്. അപ്പോൾ നമ്മളത് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് തീപ്പെട്ടിയാണ് യൂസ് ചെയ്യുന്നത്. തീപ്പെട്ടി ഈ ഹോളിനുള്ളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിലെ ചെറിയ സ്ക്രാച്ചുകൾ ക്ലിയർ ആകുന്നു. 1-2 തീപ്പെട്ടി ഇങ്ങനെ ചെയ്ത ശേഷം ഈ ബാക്കിൽ കാണുന്ന പൈപ്പ് പോലത്തെ ഭാഗം അത് പൊത്തിപ്പിടിച്ച് കുറച്ച് പെട്രോൾ ആക്കിയാൽ ആ തീപ്പെട്ടിയുടെ മരുന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാകും. എന്നിട്ടും 1-2 തീപ്പെട്ടി കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബിങ് ചെയ്യണം. റബ്ബിങ് കഴിഞ്ഞ ശേഷം നന്നായി പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യണം. അതാ ഈ കാർബറേറ്ററിൻ്റെ മുകളിൽ കാണുന്ന ഈ ഇൻടേക്ക് ഹോസും. ഇപ്പോൾ കാർബറേറ്ററിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ റീഫിറ്റിംഗ് ആണ്. ഈ ഫ്ലോട്ടിലോട്ട് ഈ നീഡിലിനെ ഇങ്ങനെ ഇട്ട ശേഷം ഈ ഹോളിലോട്ട് നീഡിൽ ഇങ്ങനെ സെറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ ഇറക്കുക. എന്നിട്ട് ഫ്ലോട്ടിൻ്റെ ഈ പിന്നു കൂടി ഇതാ ഇങ്ങനെ മെല്ലെ ഉള്ളിലോട്ട് ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ പണി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഓവർഫ്ലോ ചെക്ക് ചെയ്യുന്ന പണിയാണ്. ഈ ഹോസ് കൊടുത്തതിന് ശേഷം ഫ്യൂവൽ ഓണാക്കി കഴിഞ്ഞാൽ കാർബറേറ്ററിൻ്റെ ഉള്ളിലോട്ട് പെട്രോൾ വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കാർബറേറ്ററിൽ പെട്രോൾ പകുതിയായാൽ ആ പെട്രോളിൽ ഈ ഫ്ലോട്ട് ഉയരുകയും നീഡിൽ പെട്രോളിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് മെക്കാനിസം. ഇനി ഈ കാണുന്ന ഹോൾ പോലുള്ള ഭാഗം ഈ മാർക്കിന് നേരെ മാച്ചാക്കി നമ്മൾ 2 സ്ക്രൂവും ഇട്ട് കൊടുക്കണം. ഇനി ഈ കാർബറേറ്ററിനെ തിരിച്ച് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ജോലിയാണ്. കാർബറേറ്ററിൻ്റെ പുറം ഭാഗം ഈ എയർ ഫിൽറ്ററിൻ്റെ വലിയ ഹോസിലേക്ക് വെച്ച് തള്ളിക്കയറ്റണം. ഇനി കാർബറേറ്റർ ഫൈബർ ഈ മുകളിൽ കാണുന്ന T എന്ന മാർക്ക് മുകളിലോട്ടും ഈ റബ്ബർ റിങ്സ് വരുന്ന ഭാഗം എൻജിനുള്ള ഭാഗത്തേക്കും മാച്ച് ചെയ്ത് ഘടിപ്പിക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഊരിയെടുത്ത 2 ബോൾട്ട് കാർബറേറ്ററിലെ ത്രെഡ് പോവാത്ത രീതിയിൽ മെല്ലെ ടൈറ്റ് ചെയ്യണം. വണ്ടിയുടെ ത്രോട്ടൽ കേബിൾ ഫിറ്റ് ചെയ്യാനായി ആദ്യം ഈ കാണുന്ന ടോപ്പ് കവറിനെ കയറ്റണം. അത് കഴിഞ്ഞ് റിട്ടേൺ സ്പ്രിങ്ങും അത് കഴിഞ്ഞ് സ്ലൈഡുമാണ്. എൻജിനകത്തേക്ക് എയറിനെയും ഫ്യൂലിനെയും വേണ്ട രൂപത്തിൽ എത്തിക്കുന്ന ജോലിയാണ് സ്ലൈഡിൻ്റേത്. ഈ മാർക്കിംഗ് കാണുന്ന രൂപത്തിലാണ് സ്ലൈഡിനെ കാർബറേറ്ററിലേക്ക് വെക്കേണ്ടത്. എന്നിട്ട് ടോപ്പ് കവറിനെ മെല്ലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ട്യൂണിങ്ങും കൂടി ബാക്കിയുണ്ട്, അതായത് എയറിനെയും ഫ്യൂലിനെയും എൻജിനിലേക്ക് ശരിയായ അളവിൽ കൊടുക്കുന്ന ട്യൂണിങ്. ഇപ്പോൾ വണ്ടിയുടെ മിസ്സിങ്ങും ലോ പിക്കപ്പും മാറിയെന്ന് മാത്രമല്ല, വണ്ടി ഇപ്പോൾ നല്ല സ്മൂത്തും നല്ല പെർഫോമൻസും കാണിക്കുന്നുണ്ട്.